ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെൽ വ്ളോഗ്സ്. മെൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നിങ്ങളൊരു മ്യൂസിക് ലവർ ആണെങ്കിൽ ഞാൻ ഒരു അടിപൊളി ഐറ്റം പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ. ഒരു 1600 രൂപ ഇതിൻ്റെ വിലയുള്ളൂ. ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ബാറ്ററി ബാക്കപ്പും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണിത്. ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ്, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. വാട്ടർ പ്രൂഫാണ്. മഴയത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഓൾറെഡി ഇത് തുറന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഐറ്റം. ഒരു LED ലൈറ്റ് കൂടെ വരുന്നുണ്ട്. അതൊരു 3-4 മോഡൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഐറ്റം. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമലി വരുന്ന കാര്യങ്ങളാണ്. ബോട്ടിൻ്റെ പുറത്ത് സ്റ്റിക്കറുണ്ട്, കാണിച്ചു തരാം. ഫ്രീ ആയിട്ട് 2 സ്റ്റിക്കർ, പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡ്, പിന്നെ അതിൻ്റെ യൂസർ മാനുവൽ. നമുക്ക് ആവശ്യമില്ലല്ലോ ബ്ലൂടൂത്ത് സ്പീക്കറിന് എന്തോന്ന് യൂസർ മാനുവൽ. ഓക്കെ, പിന്നെ വരുന്നത് ചാർജറാണ്. ഒരു C ടൈപ്പ് ഡാറ്റ കേബിൾ വരുന്നുണ്ട് ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ ഫോണുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓക്സ് കേബിൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് സിം ഇജക്ടറാണ്. ഇതെന്തിനാണെന്ന് ഞാൻ അന്ന് ആലോചിച്ചു ആദ്യം. പിന്നീട് ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഇത് റീസെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സ്വിച്ച് ഇല്ല. അപ്പോൾ ഈ സിം ഇജക്ടർ വെച്ചിട്ട് ഇതിനകത്ത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യും. ഇതിനകത്താണ് സ്പീക്കർ ചാർജ് ചെയ്യേണ്ട പോർട്ട് വരുന്നത്. പിന്നെ ഓക്സ് കൊടുക്കാനുള്ള സ്പേസ് കൂടെയാണ്. ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാൻ പറ്റും. മെമ്മറി കാർഡ് ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഹോളുണ്ട്. അതിനകത്ത് ഈ ഇജക്ടർ കയറ്റിയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഈ സിം ഇജക്ടർ ടൂൾ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും വരുന്നത്. നമ്മൾ നോർമലി എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറുള്ള പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് പോയിൻ്റൊക്കെ അല്പം ഡിഫറെൻ്റ് ആയിട്ട് ഇതിനകത്താണ് കൊടുത്തിട്ടുള്ളത്. C പോർട്ടുണ്ട്, പിന്നെ ഓക്സ് കൊടുക്കേണ്ടതുണ്ട്, മെമ്മറി കാർഡ് ഇടാം. ഇതാണ് ഞാൻ പറഞ്ഞ റീസെറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ റീസെറ്റ് ചെയ്യുന്ന സ്പേസ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യണം. അത്രേ ഉള്ളൂ. നമ്മുടെ ചില ലോക്കൽ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ പോലെ ഓൺ ചെയ്യുമ്പോൾ ഉള്ള മാരക വോയിസ് ഒന്നും ഇതിലില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ നോർമലി തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്പീക്കർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതാ വന്നു. സ്റ്റോൺ 523 Pro ആണ് ഇതിൻ്റെ പേര്. ഓക്കെ, ഇത് കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. Italy made, 5 cigars, pull up like a shade, chauffeur cars, I'm a motherfucking millionaire, foreign deep, more than dinar, I got dirty money, super boss, doesn't care, I'm a motherfucking millionaire, like
ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വാളിറ്റി. കേട്ട് കാണും, വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉണ്ട്. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കരമായ ഒരു സംഭവമൊന്നുമല്ല, പക്ഷേ വലിയ കുഴപ്പമില്ലാത്ത നമുക്ക് ഈ ഒരു ബഡ്ജറ്റിന് വർത്താണത്. ഇത് വീഡിയോയിൽ കേട്ട സൗണ്ടല്ല, കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണിത്. വീഡിയോയിൽ വരുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് ഉള്ളത്. പക്ഷെ നേരിട്ടത് കേൾക്കാനായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര നല്ല, എന്നാലും നമുക്ക് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ പ്രൈസ് റേഞ്ചിന് ഇത് വർത്താണ്. നല്ലൊരു പ്രോഡക്റ്റാണ്, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മൈക്കുണ്ട്. നമുക്കിപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ആണെങ്കിൽ ഫോണിൽ സംസാരിക്കേണ്ട, ഇത് തന്നെ സംസാരിക്കാൻ പറ്റും. ഇതിനകത്ത് മൈക്ക് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് മഴയത്തൊക്കെ ആയിരുന്നാലും ഉപയോഗിക്കാം, വേറെ കുഴപ്പമില്ല. പിന്നെ കുളിക്കുമ്പോൾ പാട്ട് കേട്ട് കുളിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഐറ്റമാണ്. വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല, നല്ലൊരു പ്രോഡക്റ്റാണിത്. പിന്നെ ഇതിൻ്റെ വില വരുന്നത് 4990 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ആമസോണിൽ ഒരു 1600 രൂപയ്ക്ക് കിട്ടും. 1599 രൂപയാണ് ആമസോണിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് വർത്തായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.